നമ്മൾ ഇന്ന് നമ്മുടെ കെമിസ്ട്രിയിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്, കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മിസ്സിന്റെ കൂടെ ഇരുന്നാൽ മതി. ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ നിങ്ങൾ പോലും അറിയാതെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ചാപ്റ്റർ ആയിട്ട് മാറും. അപ്പൊ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ മുമ്പിൽ ആദ്യം തന്നെ എന്തൊക്കെ പഠിക്കാണ്ടെന്ന് അറിഞ്ഞാലാണ് അത് പഠിക്കാൻ ഒരു സന്തോഷം ഉണ്ടാവുക അല്ലെ? അപ്പൊ ആദ്യം തന്നെ വെറും 5 ടോപ്പിക്സ് പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ കഴിയും. കാർബണിനെ പറ്റി പഠിക്കണം, അവന്റെ ഈ ഒരു വെർസറ്റൈൽ നേച്ചറിന്റെ കാരണങ്ങൾ എന്താണെന്ന് പഠിക്കണം. കാർബൺ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് പഠിക്കണം. അതേപോലെ സം ഇമ്പോർട്ടന്റ് കാർബൺ കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കണം. സോപ്സിനെയും ഡിറ്റർജൻസിനെയും കുറിച്ച് പഠിക്കണം. ചാപ്റ്റർ എന്താണ്? തീരും. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി, നമ്മുടെ ചാപ്റ്റർ ഫുള്ള് സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാർബണിന്റെ ബോണ്ടിങ്ങിനെ പറ്റി പഠിക്കാം അല്ലെ? പേര് തന്നെ കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്നാണ്. അപ്പൊ ആരാണ് ഈ കാർബൺ? അവന്റെ പ്രോപ്പർട്ടീസ്, അവന്റെ ബോണ്ടിങ്ങിനെ പറ്റി നമുക്ക് ആദ്യം പഠിക്കണം. അപ്പൊ കാർബണിന്റെ വാലൻസി എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? കാർബൺ ടെട്രാ വാലന്റ് ആണ്. എങ്ങനെ മനസ്സിലായി? കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അവന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ 2,4 എന്നാണ് വരുന്നത്. ആണല്ലോ, 2,4 എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പൊ കാർബണിന് ഒക്ടറ്റ് ഓഫ് ഇലക്ട്രോൺസ് വേണം അല്ലെ? സ്റ്റെബിലിറ്റി വേണമെങ്കിൽ കാർബൺ എന്നല്ല, എല്ലാവർക്കും ഒക്ടറ്റ് വേണം. അപ്പൊ കാർബണിന് ഒരു 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഈ 4 ഇലക്ട്രോൺ കളയാം. അങ്ങനെയാണോ കാർബൺ ചെയ്യുക? അല്ല, കാർബൺ ഒരിക്കലും ഒരു 4 ഇലക്ട്രോൺ ആരുടെ അടുത്തൊന്നും പോയി വാങ്ങിക്കില്ല. കാരണം എന്താണെന്ന് അറിയോ? ബുദ്ധിമുട്ടാണ് ഇനി ഒരു എക്സ്ട്രാ 4 ഇലക്ട്രോൺസും കൂടി ഹോൾഡ് ചെയ്യാൻ. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്? ഈ 4 ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ഒരുപാട് എനർജി വേണം. അതുകൊണ്ട് കാർബൺ ഒരിക്കലും അയണിക് ബോണ്ടിലൊന്നും പോയില്ല. നമ്മുടെ NaClൊക്കെ ചെയ്ത പോലെ അയണിക് ബോണ്ടിൽ പോവില്ല. കാർബൺ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവന്റെ ഈ 4 ഇലക്ട്രോൺ ഇവൻ ഷെയറിങ്ങിന് വെക്കും, ഷെയർ ചെയ്യും. കാർബൺ ഒന്നില്ലെങ്കിൽ വേറൊരു കാർബൺ ആറ്റത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ വേറെ ആറ്റംസിന്റെ അടുത്ത് ഇവന്റെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടുള്ള ബോണ്ടിങ്ങിലേ പോവുള്ളൂ. അതായത് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടത്തി, അതായത് ഒന്നില്ലെങ്കിൽ കാർബണിന്റെ അടുത്ത്, അല്ലെങ്കിൽ ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജന്റെ അടുത്തൊക്കെ ഷെയർ ചെയ്ത് ഇവൻ എന്ത് ചെയ്യും? കൊവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യും. കാർബൺ ഓൾവേസ് ഫോംസ് കൊവാലന്റ് ബോണ്ട്സ്. കാർബൺ എപ്പോഴും കൊവാലന്റ് ബോണ്ടേ ഫോം ചെയ്യുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ, നമ്മൾ മന്തിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫുൾ മന്തി വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യും അല്ലെ? മന്തിയുടെ റൈസ് ഷെയർ ചെയ്യും, അതുപോലെ മയണൈസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്താണ് എടുക്കുക. അപ്പൊ ഷെയർ ചെയ്യുമ്പോൾ എന്ത് പറ്റും? രണ്ടുപേരും ഹാപ്പി ആയിട്ട് കിട്ടും അല്ലെ? അപ്പൊ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ചെയ്തുണ്ടാവുന്ന ബോണ്ടുകളെ നമ്മൾ എന്ത് വിളിക്കും? കൊവാലന്റ് ബോണ്ട്സ് എന്ന് വിളിക്കും. കൊവാലന്റ് ബോണ്ട്സ് എന്ന് പറയുമ്പോൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. കാർബൺ എപ്പോഴും എന്താ ചെയ്യുക? ഷെയർ ചെയ്തിട്ട് കൊവാലന്റ് ബോണ്ട്സ് ആണ് ഫോം ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? എങ്ങനെയാണ് ഈ കൊവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യണമെന്ന് നോക്കണം. അപ്പൊ ഞാൻ ഹൈഡ്രജൻ മോളിക്യൂൾ എങ്ങനെയാ ഫോം ചെയ്യണമെന്ന് നോക്കണം കേട്ടെ. അപ്പൊ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രജൻ പറയും എന്റെ അടുത്ത് ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു ഹൈഡ്രജൻ ആറ്റം പറയും എന്റെ അടുത്തും ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എന്ത് വേണം? ഹൈഡ്രജന് സ്റ്റെബിലിറ്റി വേണമെങ്കിൽ അവന് 2 ഇലക്ട്രോൺസ് കിട്ടണം, ഡ്യൂപ്ലറ്റ് കിട്ടണം. ഹൈഡ്രജന് ഒക്ടറ്റിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഹൈഡ്രജന് ഡ്യൂപ്ലറ്റ് കിട്ടിയാൽ മതി. അപ്പൊ ഈ 2 ഇലക്ട്രോൺസ് കിട്ടണമെങ്കിൽ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്ന അറിയോ? ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണും കൂടി വേണം അല്ലെ? അപ്പൊ അവൻ ആ ഒരു ഇലക്ട്രോണിനെ ഷെയറിന് വെച്ചു, ഇവിടെ ഇവനും ഷെയറിന് വെച്ചു. ഇനി ഞാൻ നോക്കുമ്പോ ഇവിടെ ഇവര് തമ്മിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഹൈഡ്രജൻ, ആദ്യത്തെ റെഡ് വരച്ചപ്പോ അതിന്റെ ഉള്ളിൽ എത്ര ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. ആ ഒരു ഹൈഡ്രജൻ എന്തായി? ഹൈഡ്രജന് ഡ്യൂപ്ലറ്റ് കിട്ടി. ഈ ഹൈഡ്രജൻ ഇവൻ ഷെയറിങ്ങിന് വെച്ചതാ, കോമൺ ആയിട്ട് വെച്ചതാ. അപ്പൊ ഇവനും എന്തായി? ഇവനും ഡ്യൂപ്ലറ്റ് കിട്ടി. അങ്ങനെ രണ്ടുപേരും എന്തായി? ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ 2 ഇലക്ട്രോൺസ് ചേർന്ന് ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാവും. അതായത് ഒരു H2 മോളിക്യൂൾ ഫോം ചെയ്തു. H2 മോളിക്യൂൾ എങ്ങനെയാണ്? ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ട് ഒരു H2 മോളിക്യൂൾ ഫോം ചെയ്തു. അപ്പൊ ഒരു ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഒരു ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ H2 മോളിക്യൂൾ ഫോം ചെയ്തു. ഇനി ഓക്സിജന്റെ മോളിക്യൂൾ എങ്ങനെയാ ഫോം ചെയ്യാന്നറിയോ? ഓക്സിജൻ വരും. ഓക്സിജൻ എത്ര ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? എത്ര? ഓക്സിജൻ ഇസ് 8 ആണ്, 2 6 ആ വരുന്നത്. അപ്പൊ അവന്റെ ഇലക്ട്രോൺസ് നമ്മൾ വരച്ചു 2 4 6. അടുത്ത ഓക്സിജനും അങ്ങനെയാ, 2 4 6. അപ്പൊ ഓക്സിജൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം? 2 ഇലക്ട്രോൺസും കൂടി വേണം അല്ലെ? അപ്പൊ ഇവന് എത്ര ഇലക്ട്രോൺസ് വേണം ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ? അത്രയും ഇലക്ട്രോൺസ് ഇവൻ ഷെയറിങ്ങിന് വെക്കും. ഓക്സിജന് 2 ഇലക്ട്രോൺ വേണം. അപ്പൊ ഈ ഓക്സിജൻ എന്ത് ചെയ്തു? ഈ 2 ഇലക്ട്രോൺസിനെ ഷെയറിങ്ങിന് വെച്ചു. ഇവിടത്തെ ഈ ഓക്സിജനും ഈ 2 ഇലക്ട്രോൺസിനെ ഷെയറിങ്ങിന് വെച്ചു. അങ്ങനെ ഇവര് തമ്മിൽ ഈ 2 ഇലക്ട്രോൺസിനെ ഷെയറിങ്ങിന് വെച്ച് കണ്ടോ? ഇവൻ 2 ഇലക്ട്രോൺസിനെ ഷെയറിങ്ങിന് വെച്ചു, ഇപ്പുറത്തവനും 2 ഇലക്ട്രോൺസിനെ ഷെയറിങ്ങിന് വെച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ഇവര് തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. ഈ 2 ഇലക്ട്രോൺസിനെ ഷെയറിങ്ങിന് വെച്ച് ഇവര് തമ്മിൽ എന്ത് ബോണ്ട് ഫോം ചെയ്യും?
ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. O2 മോളിക്യൂൾ ഫോം ചെയ്തു. ദേ O ഡബിൾ ബോണ്ട് O എന്ന് പറഞ്ഞ് O2 മോളിക്യൂൾ ഫോം ചെയ്തു അല്ലെ. നിങ്ങൾക്ക് സംശയമുണ്ടോ? രണ്ടുപേർക്കും 8 ഇലക്ട്രോൺസ് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ടോ? എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 രണ്ടുപേർക്കും എന്തുണ്ട്? ഇവനും 8 ഇലക്ട്രോൺസ് കിട്ടി, ഇവനും 8 ഇലക്ട്രോൺസ് കിട്ടി. രണ്ടുപേരും ഹാപ്പി ആയി. അങ്ങനെ O2 മോളിക്യൂൾ ഫോം ചെയ്തു. ഇടയിൽ എത്ര ബോണ്ടാണ്? ഡബിൾ ബോണ്ടാണ്. ഇനി നൈട്രജൻ വരികയാണേ. നൈട്രജൻ വരുമ്പോ നൈട്രജൻ നമ്മൾ അറിയാം, നൈട്രജന്റെ അറ്റോമിക് നമ്പർ 725 ആണ്. അപ്പൊ 5 ഇലക്ട്രോൺസ് ഉണ്ട് വാലൻസ് ഷെല്ലില്. അപ്പൊ ഇവിടെ ഒരു 3 ഇലക്ട്രോൺസ് വെച്ചു. ഇവിടെ നൈട്രജൻ ഇതുപോലെ തന്നെ 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി 3 ഇലക്ട്രോൺസ് വെച്ചു. എങ്ങനെ മനസ്സിലായി മിസ് എനിക്ക് 3 ഇലക്ട്രോൺ ആണ് ഷെയറിങ്ങിന് വെക്കേണ്ടതെന്ന് എങ്ങനെ മനസ്സിലായി? നൈട്രജന് ഒക്ടറ്റ് കിട്ടണമെങ്കിൽ 3 ഇലക്ട്രോൺസും കൂടി വേണം. അപ്പൊ അവൻ ഈ 3 ഇലക്ട്രോണിനെ എടുത്ത് ഷെയറിങ്ങിന് വെച്ചു. ഇവൻ 3 ഇലക്ട്രോണിനെ ഷെയറിങ്ങിന് വെച്ചു, ഇവനും 3 ഇലക്ട്രോണിനെ ഷെയറിങ്ങിന് വെച്ചു. അപ്പൊ എന്ത് ഫോം ചെയ്യും? ഒരു ഡബിൾ ബോണ്ട് അല്ല, ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യും. നൈട്രജൻ മോളിക്യൂളിന്റെ ഇടയിൽ എന്ത് ബോണ്ടാ ഉള്ളത്? ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ഹൈഡ്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നതും ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാവുന്നതും നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നതും ഒക്കെ എന്ത് ചെയ്തു? പഠിച്ചു. കോവാലന്റ് ബോണ്ട് വെച്ചു. ഇനി ഈ കാർബൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നത്? എന്താണ് ഈ കാർബണിന്റെ വെർസറ്റൈൽ നേച്ചറിന് കാരണം എന്ന് എപ്പോഴും നമ്മളുടെ അടുത്ത് എക്സാമിന് ചോദിക്കും. അതായത് നമ്മുടെ കാർബൺ തന്നെ പല പല അല്ലോട്രോപ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. വാട്ട് ഇസ് അല്ലോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കാർബൺ തന്നെയാ, പക്ഷേ കെമിക്കലി എല്ലാം കാർബൺ ആണ്, പക്ഷെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഞാൻ പറയാണ് നിങ്ങളുടെ അടുത്ത് ഡയമണ്ട് കാർബൺ ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പെൻസിലില്ലേ, പെൻസിലിന്റെ ഉള്ളിലുള്ള ലെഡ് കാർബൺ ആണ്. പെൻസിലിന്റെ ഉള്ളിലുള്ള ലെഡ് എന്ന് പറയുന്നത് ഗ്രഫൈറ്റ് ആണ്. അത് കാർബൺ ആണ് ശരിക്കും. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പറയും കാർബൺ ആണോ? അതേ കാർബൺ ആണ്. പക്ഷെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഡയമണ്ട് പോലെയാണോ ഗ്രാഫൈറ്റ് ഇരിക്കുന്നത്? അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ. ഗ്രഫൈറ്റ് ഇങ്ങനെ കറുത്ത് ഗ്രേഷ് കളറിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാം പെൻസിലിന്റെ ലെഡ് ആണ്. ഡയമണ്ട് ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന വളരെയധികം ബ്രില്യൻസ് ഉള്ള ആളാണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആണ്, പക്ഷെ കെമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കാർബൺ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് കാർബൺ ഡിഫറെന്റ് അല്ലോട്രോപ്സ് ഫോം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ കാർബണിന്റെ ഒരു വെർസറ്റൈൽ നേച്ചറിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ 2 കാരണമാണ്. ഒരു കാരണമല്ല, 2 കാരണമാണ്. ഒന്നാമത്തെ കാരണം ഇസ് കാറ്റിനേഷൻ, രണ്ടാമത്തെ കാരണം ഇസ് ടെട്രാവാലൻസി. ടെട്രാവാലൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാർബൺ എന്തുണ്ട്? വാലൻസി 4 ആണ് അല്ലെ. വാലൻസി 4 ആണ്. അപ്പൊ 4 ആൾക്കാരായിട്ട് ബോണ്ടിങ്ങിൽ പോവാനായിട്ട് പറ്റും. ഇനി ആദ്യത്തെ കാരണം കാറ്റനേഷൻ ആണ്. കാറ്റനേഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിയാ. ഒരു കാർബണിനെ വേറെ കാർബൺ ആയിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്ത് ഇവർക്ക് ലോങ് ചെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ സിംഗിൾ ബോണ്ടിൽ ലിങ്ക് ചെയ്യാം, ഡബിൾ ബോണ്ടിൽ ലിങ്ക് ചെയ്യാം, ട്രിപ്പിൾ ബോണ്ടിൽ ലിങ്ക് ചെയ്യാം. അപ്പൊ കാറ്റനേഷനും ടെട്രാവാലൻസിയുമാണ് ഇവരുടെ ഈ ഒരു അല്ലോട്രോപ്സ് ഫോം ചെയ്യാനുള്ള റീസൺ. അല്ലെങ്കിൽ കാർബണിന്റെ ഈ ഒരു വെർസറ്റൈൽ നേച്ചറിന്റെ റീസൺ ഒക്കെ ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യുക? 2 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, എഴുതി കൊടുക്കാം. ഇനി കാർബണിന്റെ ഡിഫറെന്റ് അല്ലോട്രോപ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഡയമണ്ട് അല്ലെ. ഡയമണ്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? ഡയമണ്ടില് ഒരു കാർബൺ ആറ്റം കണ്ടോ, ഒരു കാർബൺ ആറ്റം എത്ര അതർ ആറ്റംസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്? 4 അതർ കാർബൺ ആറ്റംസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കാർബൺ ആറ്റം 4 അതർ കാർബൺ ആറ്റംസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനൊരു റിജിഡ് 3D സ്ട്രക്ചർ ആണ്. ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അല്ലെ. ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് നോൺ എന്ന് പറയുന്നത് നമ്മളുടെ ഡയമണ്ട് ആണ്. അതുപോലെ കളർലെസ് ട്രാൻസ്പെറന്റ് ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, എക്സ്ട്രാ ബ്രില്യൻസും ഉണ്ട്. ഇനി എന്താണ് നമ്മുടെ ഡയമണ്ടിൽ നമ്മൾ പറഞ്ഞു ഒരു കാർബൺ 4 അതർ കാർബൺ ആറ്റംസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് എക്സ്ട്രാ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല, ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഡയമണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഇനി ഈ ഡയമണ്ടിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഡയമണ്ടിനെ ബേൺ ചെയ്തു. ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഞാൻ ഡയമണ്ടിനെ ബേൺ ചെയ്തപ്പം എനിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. നോക്ക്, ഡയമണ്ടിനെ കത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അതിന്റെ മീനിങ് എന്താ? ഡയമണ്ട് കാർബൺ ആണ് അല്ലെ. കെമിക്കലി ഡയമണ്ട് കാർബൺ ആണ്. അപ്പൊ C+O2 ആണല്ലേ CO2 ആവുന്നത്. വേറെ ഒന്നും ഇല്ല, കാർബൺ ആയിട്ടാണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ ഡയമണ്ടിനെ C എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. കാരണം ഡയമണ്ട് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. കത്തിച്ചു കഴിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇനി ഗ്രഫൈറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഗ്രഫൈറ്റും ഇങ്ങനെയാണ്. ഒരു കാർബൺ ആറ്റം എത്ര അതർ കാർബൺ ആറ്റംസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്?
3 other കാർബൺ ആറ്റംസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു കാർബൺ ആറ്റം എടുത്തു കഴിഞ്ഞാൽ അവൻ 3 other കാർബൺ ആറ്റംസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഹെക്സഗണൽ റിംഗ്സ് ആയിട്ടുള്ള ഒരു ലെയേർഡ് സ്ട്രക്ചർ ആണ് നമ്മളുടെ ഗ്രാഫൈറ്റിനുള്ളത്. ഓർത്തിരിക്കണം, ഒരു ഹെക്സഗണൽ ലിങ്ക്സ് ആയിട്ടുള്ള ഒരു ലെയേർഡ് സ്ട്രക്ചർ ആണ് നമ്മളുടെ ഗ്രാഫൈറ്റിനുള്ളത്. ഗ്രാഫൈറ്റിന്റെ കളർ എന്താ, നമ്മുടെ പെൻസിലിനെ ഓർത്താൽ മതി, ഗ്രേഷ് ബ്ലാക്ക് സ്ട്രക്ചർ ആണ് ഗ്രാഫൈറ്റിന് വരുന്നത്. സ്മൂത്ത് ആൻഡ് സ്ലിപ്പറി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഗ്രാഫൈറ്റ് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ, അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കാരണം എന്തുണ്ട്, അതില് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഇനി ഇവന്റെയും കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആ. ഗ്രാഫൈറ്റിനെ ഞാൻ എടുത്ത് കത്തിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. സോ കെമിക്കലി എന്താണ്, അതും കാർബൺ ആണ് അല്ലെ. അപ്പം ഗ്രാഫൈറ്റിനെ കത്തിച്ചാലും എനിക്ക് എന്ത് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ദിസ് ഷോസ് ദാറ്റ്, ഇവിടെ ഡയമണ്ട് അല്ല, ദിസ് ഷോസ് ദാറ്റ് എന്താണ്, ഗ്രാഫൈറ്റും എന്താണ്, ഗ്രാഫൈറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ. കാരണം കാർബൺ ഓക്സിജനിൽ കത്തുമ്പോഴാണ് നമുക്ക് CO2 കിട്ടുന്നത്. സോ ഗ്രാഫൈറ്റും എന്താണ്, കാർബൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ബക്കി ബോൾസ് എന്ന് വിളിക്കുന്ന ബക്മിനിസ്റ്റർ ഫുള്ളറീൻസിന്റെ കേസിലേക്ക് വന്നാലോ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഹെക്സഗണൽ റിംഗ്സ് ആയിട്ടും പെന്റഗണൽ റിംഗ്സും ആയിട്ടൊക്കെയാണ് നമ്മുടെ കാർബണിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു മോളിക്യൂൾ ഓഫ് ഫുള്ളറീൻ നമ്മൾ എടുത്താല് അതിൽ 20 ഹെക്സഗണും 12 പെന്റഗൺസ് ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടാവും. ടോട്ടൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടാവും, 60 കാർബൺ ആറ്റംസ് ആണ് ഉള്ളത്. അതിങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ, നമ്മുടെ ഫുട്ബോൾ ഓർമ്മ വരുന്നുണ്ടോ, ഫുട്ബോളിന്റെ ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത്. ഇനി ഇതിനെ ഞാൻ ഓക്സിജനിൽ കത്തിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ബേൺ ഇൻ ഓക്സിജൻ, ഇതും എന്ത് വരും, കാർബൺ ഡൈ ഓക്സൈഡ് തരും. അപ്പൊ ഇതും നമുക്ക് മനസ്സിലായി എന്താണ്, കെമിക്കലി ഇവനും കാർബൺ ആണ് എന്ന് മനസ്സിലായി. അപ്പൊ കാർബണിന്റെ 3 അല്ലോട്രോപ്സും അവരെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഹൈഡ്രോ കാർബൺസ് എന്താന്ന് പഠിക്കണം. അപ്പൊ ഈ ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഹൈഡ്രജനും കാർബണും ചേർന്നിട്ടുള്ള ആൾക്കാരാണ് ഹൈഡ്രോ കാർബൺസ് അല്ലെ. കോമ്പൗണ്ട്സ് മേഡ് അപ്പ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ, സിമ്പിൾ ഹൈഡ്രോ കാർബൺസ്. ഇനി ഹൈഡ്രോ കാർബൺസ് 2 തരത്തിലുണ്ട്. ആരൊക്കെയാണെന്നറിയോ, സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഹൈഡ്രോ കാർബൺസും അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസും. അപ്പൊ സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ആയിട്ടിരിക്കുന്നവരാണ് സാച്ചുറേറ്റഡ്. അപ്പൊ ചിലർക്ക് ചിലപ്പം മറന്നു, അയ്യോ അൺസാച്ചുറേറ്റഡ് ആണോ സാച്ചുറേറ്റഡ് ആണോ സിംഗിൾ. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, സാച്ചുറേറ്റഡ് തുടങ്ങുന്നത് എസ്സില്, സിംഗിൾ ബോണ്ട് തുടങ്ങുന്നതും എസ്സില്. അപ്പൊ ഇവർ തമ്മിൽ എങ്ങനെയാണ്, ഒരു SS ബന്ധം നിങ്ങൾ കാണുന്നില്ലേ, ഒരു SS റിലേഷൻഷിപ്പ് അല്ലെ. അപ്പൊ രണ്ടുപേരും S വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ കാർബണിന്റെ ഇടയിൽ എന്താണ്, സിംഗിൾ പസംഖ്യയായിട്ടാണ് അവരിക്കുന്നത്, സിംഗിൾ ബോണ്ട് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ 2 കാർബൺ ആറ്റംസിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് വരികയാണെങ്കിൽ നമ്മൾ അവനെ ആൽക്കെയിനുകൾ എന്ന് വിളിക്കും. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആരാ, ആൽക്കീനുകൾ. 2 കാർബൺ ആറ്റംസിന്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് വരാണ് എന്താ വിളിക്കുക, ആൽക്കീൻ എന്ന് വിളിക്കും. അപ്പൊ ആൽക്കീന്റെ ജനറൽ ഫോർമുല എങ്ങനെയാണെന്ന് അറിയൂ, CnH2n+2. എന്താണ് CN, ആരാണ് N അല്ലെ, ആരാണ് N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ്, എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണമാണ്. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ. അപ്പൊ ഞാൻ എങ്ങനെ എഴുതും, C1 ആണ്. ഇനി Hൽ എന്ത് ചെയ്യണം, 2 × 1 + 2 എന്ന് വരും അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു C1H4 എന്ന് വരും. CH4, ഈ 1 നമ്മൾ എഴുതില്ല. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ എഴുതും അറിയോ, CH4 എന്ന് എഴുതും. എന്താണ് ഇവന്റെ പേരെന്ന് നിങ്ങൾക്ക് അറിയാമോ, ഇവന്റെ പേരാണ് മീഥേൻ. ഓക്കെ, അപ്പം ഇനി 2 കാർബൺ ആറ്റം ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും, C2H 2 × 2 + 2. അപ്പൊ 2 × 2 + 2 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, C2H6 എന്ന് വരും അല്ലെ, C2H6. ഇവന്റെ പേരെന്താന്ന് അറിയാമോ, 2 കാർബൺ ആറ്റം വരുമ്പോ ഇവനെ നമ്മള് ഈഥെയ്ൻ എന്ന് വിളിക്കും. പേരിടാൻ നമുക്ക് പഠിക്കാം, പേടിക്കണ്ട. അപ്പൊ നമുക്കിനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലേക്ക് വരുമ്പോ എങ്ങനെയാണ്, മൾട്ടിപ്പിൾ ബോണ്ട്സ് വരെയാണ്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആണ് കാർബണിന്റെ ഇടയിലെങ്കിൽ അൺസാച്ചുറേറ്റഡ് എന്ന് വിളിക്കും. 2 പേരുടെ ഇടയിൽ ഡബിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അവനെ ആൽക്കീൻ എന്ന് വിളിക്കും. നോക്ക്, അവിടെ എങ്ങനെയായിരുന്നു, ANE ആയിരുന്നു, ഇവിടെ ENE ആണ്, ENE. ആൽക്ക് സെയിമാ, ENE ആണെങ്കിൽ ഡബിൾ ബോണ്ട്. ഇനി YNE ആണെങ്കിൽ എങ്ങനെയാണ്, ട്രിപ്പിൾ ബോണ്ടാ വരുന്നത്. ഇനി ഇവരുടെയും ജനറൽ ഫോർമുല നമ്മൾ പഠിക്കണം. ആൽക്കീൻസ് ആണെങ്കിൽ CnH2n എന്ന് വരും.
ഇനി ഇവിടെ എങ്ങനെയാണ് 2n-2 എന്ന് വരും. ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2 എന്ന് വരും. ജനറൽ ഫോർമുല വളരെ ഇമ്പോർട്ടന്റ്. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾ അപ്പൊ തന്നെ ഞാൻ നിങ്ങൾ ഉറങ്ങുമ്പോൾ വന്നിട്ട് ആൽക്കീന്റെ ജനറൽ ഫോർമുല പറയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയണം? CnH2n എന്ന് പറയണം. സെറ്റ്. ഇനി എന്ത് ചെയ്യാം? ഇനി ഞാൻ ഈ ജനറൽ ഫോർമുലയൊക്കെ എഴുതിയിട്ട് ചില കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോ? അതായത് ആൽക്കീൻ എഴുതി, ജനറൽ ഫോർമുല എഴുതി. ഇനി ഞാൻ ഇവരെ പേരിടും, അതായത് പേരിട്ട് നോക്കുകയാണ്. ഓരോരുത്തരുടെ ഫോർമുല എഴുതി, പേരിടുന്ന നിൽക്കട്ടെ, ഫോർമുല എഴുതി നോക്കി. അപ്പൊ ഞാൻ ആദ്യം അല്ലെ നമ്മുടെ ആൽക്കീനുകളുടെ ആദ്യത്തെ ആൾ ആരാണ്? ആദ്യത്തെ ആൾ അവനാണ് നമ്മളുടെ മീഥേൻ എഴുതി. രണ്ടാമത്തെ ഈഥേൻ എഴുതി. മൂന്നാമത്തെ പ്രൊപ്പെയിൻ എഴുതി. ബ്യൂട്ടേൻ എഴുതി. പെന്റേൻ എഴുതി. ഹെക്സേൻ എഴുതി. സീനിലല്ലോ എഴുതാം. ഇനി ഈത്തീൻ, പ്രൊപ്പീൻ, ബ്യൂട്ടീൻ, പെന്റീൻ, ഹെക്സീൻ അങ്ങനെ എല്ലാവരെയും ഞാനിങ്ങനെ ജനറൽ ഫോർമുല വെച്ച് എല്ലാവരുടെയും ഫോർമുല എഴുതി വെച്ചു. നിങ്ങൾക്കും അറിയാലോ. ഇനി എല്ലാവരും ചെയ്യുന്നറിയോ? ആൽക്കീൻ എഴുതുമ്പോൾ എല്ലാവരും പോയിട്ട് C1 ഓക്കെ H2 എന്നൊക്കെ എഴുതും. അങ്ങനെ ഇല്ല. നോക്കു മക്കളെ, അതായത് ഒരു ആൽക്കീൻ ഫോം ചെയ്യണമെങ്കിൽ രണ്ട് കാർബൺ ആറ്റം, ഒരു ഡബിൾ ബോണ്ട് വേണ്ടേ? ഒരു ഡബിൾ ബോണ്ട് വേണമെങ്കിൽ 2 കാർബൺ വേണ്ടേ? അപ്പൊ ഒരു കാർബൺ, ഒറ്റയ്ക്ക് ഒരു കാർബൺ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പൊ ആദ്യത്തെ മെമ്പർ 2 കാർബൺ ആറ്റംസ് വെച്ചാ തുടങ്ങുന്നത്. ആർക്ക്? ഈത്തീനും ഈത്തൈനും ആയിട്ടാ തുടങ്ങുന്നത്. ആൽക്കീനിന് മാത്രമാണ് മീഥേൻ ഉള്ളൂ. പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും നിങ്ങൾ നടത്തരുത് കേട്ടോ, തെറ്റും. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി ഞാൻ ഇവരെന്നോട് ഇങ്ങനെ മിസ് എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പൊ സൂക്ഷിച്ചു നോക്കിയിട്ട് ഞാൻ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ മീത്തേനും ഈത്തേനും തമ്മിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു കാർബൺ, ഇവിടെ 2 കാർബൺ. അപ്പൊ ഒരു കാർബൺ കൂടി അല്ലെ, മീത്തേനിന്ന് ഈതയിലേക്ക് വരുമ്പോൾ ഒരു കാർബൺ കൂടി. ഇനി എത്ര ഹൈഡ്രജൻ? 4 ഹൈഡ്രജൻ 6 ഹൈഡ്രജനായി. 2 ഹൈഡ്രജൻ വന്നു. ആണല്ലോ, കൊള്ളാം. ഇനി അടുത്ത് ഈത്തേനിന്ന് പ്രൊപ്പെയിനിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെയാ. നോക്കിക്കേ, ഒരു കാർബൺ കൂടി 2 ഹൈഡ്രജൻ കൂടി. വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ C3 C4 ആയി, ഒരു കാർബൺ കൂടി 2 ഹൈഡ്രജൻ കൂടി. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പുറത്ത് വന്ന് നോക്കാം. ഈത്തീനിന്ന് പ്രൊപ്പീനിലേക്ക് വരുമ്പോഴും അങ്ങനെയാ, ഒരു കാർബൺ കൂടി 2 ഹൈഡ്രജൻ കൂടി. അല്ലെ, എല്ലാത്തിലും ഒരു കാർബണും 2 ഹൈഡ്രജനും കൂടെ. ഇപ്പുറത്ത് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വന്നോ? നോക്കുക, ഇവിടെ നോക്കുക. C3 C4 ആയി, ഒരു കാർബൺ കൂടി 2 ഹൈഡ്രജൻ കൂടി. അപ്പോ ആൽക്കീനുകൾ എടുത്താലും ആൽക്കൈനുകൾ എടുത്താലും ഇവര് തമ്മിലുള്ള സക്സസീവ് എലമെന്റ്സ് സക്സസീവ് കോമ്പൗണ്ട്സ് തമ്മിൽ നോക്കുമ്പോൾ ഒരു CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവരൊരു പേരിട്ട് വിളിക്കണ്ടേ? ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയോ? ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കും. അതായത് ഹോമോലോഗസ് സീരീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് സിമിലർ സ്ട്രക്ചേഴ്സ് ആണ്, സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. സക്സസീവ് കോമ്പൗണ്ട്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പില് ഡിഫർ ചെയ്യും. സക്സസീവ് കോമ്പൗണ്ട്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പ് വെച്ച് ഡിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഹോമോലോഗസ് സീരീസുകൾ എന്ന് വിളിക്കും. അപ്പൊ ആരെപ്പം നിങ്ങളുടെ അടുത്ത് ഹോമോലോഗസ് സീരീസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ആൽക്കീനുകൾ ഒരു ഹോമോലോഗസ് സീരീസ് ആണ്, ആൽക്കീൻ ഒരു ഹോമോലോഗസ് സീരീസ് ആണ്, ആൽക്കൈൻ ഒരു ഹോമോലോഗസ് സീരീസ് ആണ്. അവർ തമ്മിൽ എങ്ങനെയാണ് ഒരു CH2 ഗ്രൂപ്പ് തമ്മിൽ ഡിഫർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പഠിക്കണം. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബണിൽ ആരൊക്കെ ഉള്ളൂ? കാർബണും ഹൈഡ്രജനും ഉള്ളൂ. അപ്പൊ കാർബണെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? മാറ്റിയിട്ട് അതിന് പകരം നമ്മൾ വേറെ ആറ്റംസിനെ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുന്ന ആറ്റംസിനെ നമ്മൾ ഹെറ്ററോ ആറ്റംസ് എന്ന് പറയും. ഓക്കെ, ഈ ഹൈഡ്രജനെ ഒരു ഹൈഡ്രജനെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഹൈഡ്രജനെയോ റീപ്ലേസ് ചെയ്ത് വേറെ ആറ്റംസിനെ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ വെക്കുന്ന ആറ്റംസിനെ നമ്മൾ ഹെറ്ററോ ആറ്റംസ് എന്ന് പറയും. അങ്ങനെ ഈ ഹെറ്ററോ ആറ്റംസ് എന്ത് ചെയ്യും? നമ്മുടെ ആ കാർബൺ കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസും റിയാക്ടിവിറ്റിയും ഒക്കെ ഡിസൈഡ് ചെയ്യും. അങ്ങനെയുള്ള ഈ ഒരു ഹെറ്ററോ ആറ്റംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒരു ഹെറ്ററോ ആറ്റംസിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്? 5 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാലോജൻസ് ആണ്. അതായത് ഒന്നില്ലെങ്കിൽ എനിക്ക് ക്ലോറിനെയോ ബ്രോമിനെയോ ഹൈഡ്രജനെ മാറ്റിയിട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ എന്ത് വരും? നമ്മൾ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇങ്ങനെ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഒരു ക്ലോറിനെയോ ഒരു ബ്രോമിനെയോ ഞാൻ എന്ത് ചെയ്യും? എഴുതി കൊടുക്കും. ഇനി ഓക്സിജൻ യൂസ് ചെയ്യാം ഹൈഡ്രജനെ മാറ്റിയിട്ട്. അപ്പൊ ഓക്സിജൻ ആണ് ഹെറ്ററോ ആറ്റം ആയിട്ട് വരുന്നെങ്കിൽ എങ്ങനെ വരും എന്നറിയോ? ആൽക്കഹോൾസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക? OH, ഒരു ഹൈഡ്രജനെ മാറ്റി OH എന്ന് കൊടുക്കും. ഇനി ആൽഡിഹൈഡ്സ് ആണെങ്കിലോ CHO എന്ന് കൊടുക്കും. അതായത് സിയിൽ ഒരു ഡബിൾ ബോണ്ടോ ഒരു ഹൈഡ്രജൻ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സ് ചെയ്ത് കൊടുക്കും. ഇനി കീറ്റോൺ ആണെങ്കിലോ C ഡബിൾ ബോണ്ടോ ഇപ്പുറത്തും വേറെ ആൾക്കാരെ ജോയിൻ ചെയ്ത് കൊടുക്കും. ഇപ്പുറത്തും വേറെ ആൾക്കാരെ ജോയിൻ ചെയ്യും, ഇപ്പുറത്തും വേറെ ആൾക്കാരെ ജോയിൻ ചെയ്യും. കാർബോക്സിലിക് ആസിഡ്സ് ആണെങ്കിൽ C ഡബിൾ ബോണ്ടോ ഒരു OH, അതായത് COOH എന്ന് പറയുന്ന ഒരാളാണ് വരുന്നത്.
സെറ്റ് ആണല്ലോ. ഇത്രയും 5 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളൂ. സിമ്പിൾ ആണ്. ഇനി നമുക്ക് ഇവരുടെ നോമൻക്ലേച്ചറിലേക്ക് നടത്തണം. അതായത് ഇവർക്ക് നമുക്ക് പേരിട്ട് കൊടുക്കണം. അപ്പൊ ഈ നോമൻക്ലേച്ചർ നമ്മൾ എന്ത് വെച്ചാ ചെയ്യുന്നത്? എനിക്ക് ഇഷ്ടമുള്ള പോലെയാണോ ഞാൻ ഇവർക്ക് പേരിടുന്നത്? നിങ്ങളുടെ പേരൻസ് ഒക്കെ നിങ്ങൾക്ക് പേരിട്ട പോലെ ഇഷ്ടമുള്ള പോലെയാണോ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ്? എങ്കിൽ പിന്നെ ഇവരെ നമുക്ക് ശശി എന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ നെയിം ചെയ്യുന്നത് അല്ലെ. നമ്മുടെ IUPAC പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. എന്തായിരുന്നു IUPACന്റെ ഫുൾ ഫോം? IUPACന്റെ ഫുൾ ഫോം അറിയണവരൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ IUPACന്റെ ഫുൾ ഫോം എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും, കമന്റ് ചെയ്യാം കേട്ടോ. വേഗം പോയിട്ട് ഇപ്പൊ തന്നെ IUPACന്റെ ഫുൾ ഫോം കമന്റ് ചെയ്യാം. അപ്പൊ IUPAC പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവരെ നെയിം ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നെയിം ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്നാലാണ് നമുക്ക് നല്ല രീതിയിൽ ഇവരുടെ പേരിടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് വേർഡ് റൂട്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മീതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ എവിടെ നിന്ന് കിട്ടി മിസ് അല്ലെ? വേർഡ് റൂട്ടുകൾ അറിയണം. അതായത് ഒരു കാർബണേ ഉള്ളൂ എങ്കിൽ നമ്മൾ അവനെ മെത്തെന്ന് പറഞ്ഞാൽ വിളിക്കുക. ഇനി അത് ആൽക്കെയിൻ ആണെങ്കിൽ മീതെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ആൽക്കെയിൻ അതായത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE വെക്കും, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE വെക്കും, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE വെക്കും. അപ്പം മീതെയിൻ. അതുപോലെ എന്താണ്, ഇനി ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? മെത്ത് വെച്ച് പറയൂ? ഇല്ല, മിനിമം 2 കാർബൺ ആറ്റം വേണം. അപ്പൊ ഈത്തീൻ, ഈത്തൈൻ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 5 ആണെങ്കിൽ പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. അപ്പൊ എന്ത് ചെയ്യാ അതൊന്ന് ഓർത്ത് വെക്കുക. മെത്ത്, എത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. സിമ്പിൾ ആണ്. മെത്ത്, എത്ത്, പ്രോപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, ഡെക്ക്. ഓക്കെ, സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം ആൽക്കീൻസിനെയും ആൽക്കൈൻസിനെയും ഒക്കെ സിമ്പിൾ ആയിട്ട് നെയിം ചെയ്യാൻ പഠിച്ചു അല്ലെ? എത്ര കാർബൺ ആണെന്ന് എണ്ണുക, നെയിം ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിലേക്ക് വരികയാണെന്ന് വിചാരിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പ്സിലേക്ക് വരുമ്പോൾ ഹാലോജൻ ആണ് നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് എങ്കിൽ ഹാലോ ആൽക്കീൻസ് എന്നാ വരിക. അതായത് പേരെങ്ങനെയാ വരിക? ഹാലോ ആൽക്കീൻസ്. ഹാലോജൻസിൽ ക്ലോറോ, ബ്രോമോ, ബാക്കി എന്ത് ചെയ്യുക? ആൽക്കെയിൻ കൊടുക്കുക. അപ്പൊ ക്ലോറോ പ്രൊപ്പെയിൻ, ബ്രോമോ പ്രൊപ്പെയിൻ. കണ്ടോ എങ്ങനെ പ്രൊപ്പ് എന്ന് കിട്ടി? ഇവിടെ കാർബൺ ആറ്റംസ് എണ്ണിക്കഴിഞ്ഞാൽ 1, 2, 3 കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ വേർഡ് റൂട്ട് എങ്ങനെ വരും? പ്രൊപ്പെയിൻ എന്ന് വരും. ഇനി ആരെയാണ് പ്രിഫിക്സ് ചെയ്യേണ്ടത്? ക്ലോറോ വന്നു, ഇവിടെ ഒരു ക്ലോറിൻ വന്നു. അപ്പൊ ക്ലോറോ പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? പ്രിഫിക്സ് ചെയ്തു, പേര് കിട്ടി. സെറ്റ് അല്ലേ? ബ്രോമിൻ വന്നാലോ? ബ്രോമോ പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രിഫിക്സ് ചെയ്തു, നമുക്ക് പേര് കിട്ടി. സിമ്പിൾ. ഇനി ആൽക്കഹോളുകൾ വന്നായില്ലേ, അവസാനിക്കുന്നത് ഓള് വെച്ചല്ലേ? അപ്പൊ ഓള് വെച്ച് അങ്ങ് നിർത്തുക. സഫിക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊപ്പെയിൻ എന്ന് കൊടുക്കരുത്, പ്രൊപ്പനോൾ എന്ന് കൊടുക്കണം. പ്രൊപ്പാൻ നോക്ക്, നമ്മൾ എന്താ ചെയ്യാം? പ്രൊപ്പെയിൻ എന്നായിരുന്നു എഴുതുന്നത് അല്ലെ? അതിന്റെ കൂടെ ഒരു ഓള് ചേർക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഈനെ അങ്ങ് നൈസായിട്ട് ഒഴിവാക്കുക. അപ്പൊ എന്ത് വരും? പ്രൊപ്പാനോൾ എന്ന് വരും. ഓള്. ഇനി ആൽഡിഹൈഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? AL കൊടുക്കുക, പ്രൊപ്പനാൽ എന്ന് വരും. കീറ്റോൺ ആണെങ്കിലോ ഓൺ കൊടുക്കുക, പ്രൊപ്പനോൺ എന്ന് വരും. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിലോ ഓയിക് ആസിഡ് എന്ന് കൊടുക്കുക, പ്രൊപ്പനോയിക് ആസിഡ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നോക്കിക്കേ, 1, 2, 3 കാർബൺ ആറ്റം. ഇനി നമ്മുടെ ആൽഡിഹൈഡ്സ് ആണെങ്കിലും കീറ്റോൺസ് ആണെങ്കിലും കാർബോക്സിലിക് ആസിഡ്സ് ആണെങ്കിലും കാർബൺ ആറ്റം വരുമ്പോൾ ഇവർക്കൊക്കെ കാർബൺ ആറ്റം ഉണ്ടല്ലേ? ഇതാണ് ആദ്യത്തെ കാർബൺ ആറ്റം. 2, 3, 1, 2, 3, 1, 2, 3. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പിൽ തന്നെ കാർബൺ ആറ്റം ഉണ്ട് എന്ന് ശ്രദ്ധിച്ചു വെക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? IUPAC നെയിമിന്റെ ജനറൽ ഒരു ഫോമാറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യുവൻസ് ഉണ്ടെങ്കിൽ അവരുടെ പൊസിഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്റ്റിറ്റ്യന്റിന്റെ പേരെഴുതി കൊടുക്കുക. അത് കഴിഞ്ഞ് വേർഡ് റൂട്ട്, അത് കഴിഞ്ഞ് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടെങ്കിൽ അതിന്റെ പൊസിഷൻ, അത് കഴിഞ്ഞ് എയിനാണോ ഈനാണോ ഐനാണോ അത് കൊടുക്കുക. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സഫിക്സ് പ്രിഫിക്സ്. ഇത് ബൈഹാർട്ടൊന്നും പഠിച്ചു വെക്കുമെന്ന് വേണ്ട മിസ്. നമ്മളൊരു വഴിക്ക് പോകുന്നതുകൊണ്ട് സ്ലൈഡിൽ വെച്ചതാ. നെയിം ചെയ്യുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് നെയിം ചെയ്യാൻ കിട്ടും, അതിന് ഞാൻ ഗ്യാരണ്ടി. നമുക്ക് ഇവനെ നെയിം ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? കാർബൺ ആറ്റംസിന് നമ്പർ ഇടണം. നമ്പർ ഇടുമ്പോൾ എന്തെങ്കിലും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഫങ്ഷണൽ ഗ്രൂപ്പോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ലീസ്റ്റ് നമ്പറിങ് കൊടുക്കുന്ന പോലെ നമ്പർ ഇടണം. അപ്പൊ ഇനി ഞാൻ ഇവിടെ നമ്പർ ഇടാൻ പോവാണ്. 1, 2, 3, 4, 5 ഇങ്ങനെ നമ്പർ ഇട്ടു. അപ്പൊ വേറൊരാൾ പറയും മിസ് ഇങ്ങനെ നമ്പർ ഇട്ടൂടെ? 1, 2, 3, 4, 5. അങ്ങനെ നമ്പർ ഇട്ടാല്, ഇങ്ങനെ ബ്ലൂ വെച്ച് നമ്പർ ഇട്ടാൽ എന്ത് പറ്റും? നമ്മുടെ ഡബിൾ ബോണ്ടിന് നമ്പർ വരുന്നത് 4 ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ ഇവിടെ 1, 2, 3 റെഡ് വെച്ച് നമ്പർ ഇട്ടാൽ ഡബിൾ ബോണ്ടിന് എന്താ നമ്പർ വരിക? 1 ആണ് വരിക.
ലീസ്റ്റ് നമ്പറിംഗ് ആ പ്രിഫർ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെയാണ് നമ്പർ ചെയ്യേണ്ടത്, ബ്ലൂ വെച്ചല്ല നമ്പർ ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ ഞാൻ ഇവന്റെ പേര് എഴുതുക, ഞാൻ എത്ര കാർബൺ ഉണ്ട്, 5 കാർബൺ ഉണ്ട്. വേർഡ് റൂട്ട് എന്താ, പെന്റ് ആണ് അല്ലെ, പെന്റ് ആണ്. ഇനി എവിടെയാണ് ഡബിൾ ബോണ്ട്, 1ലാണ് ഡബിൾ ബോണ്ട്, പെന്റ് 1. ഏത് ബോണ്ടാ, ഡബിൾ ബോണ്ട്. അപ്പൊ എന്ത് എഴുതണം, പെന്റ് 1 ഈൻ എന്ന് പറഞ്ഞ് പേരിട്ടു. അപ്പൊ ഇവന്റെ പേരിട്ടൂടേതാ, 1 2 3 4 5. പെന്റ് തന്നെയാണ് വേർഡ് റൂട്ട്. എവിടെയാണ് ഡബിൾ ബോണ്ട്, 2ലാണ് ഡബിൾ ബോണ്ട്, പെന്റ് 2 എന്ന് പറഞ്ഞ പേരിട്ടു. സിമ്പിൾ അല്ലേ, സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവനൊന്ന് പേരിട്ടാലോ, നോക്കിക്കേ. ഇവൻ ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്, OH ആണ്, ആൽക്കഹോൾ ആണ്. ഓളിൽ നിർത്തണം അല്ലെ, ഓളിൽ നിർത്തണം. അപ്പൊ ഇവിടെ നോക്കുക എത്ര കാർബൺ ആറ്റം ഉണ്ട്, 1 2 3 4 അല്ലെ, 1 2 3 4. തിരിച്ചു നമ്പർ ഇടണോ, സംശയം ഉണ്ടോ, 1 2 3 വരും. 2 ആണോ 3 ആണോ വലുത്, 3 ആണ് വലുത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ലീസ്റ്റ് നമ്പറിങ് ചൂസ് ചെയ്യണം. 2 ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെയാണ് നമ്മന്റെ പേരിടാ, 4 കാർബൺ ആറ്റം ആണ് ഉള്ളത്. അപ്പൊ എന്ത് വരും, ബ്യൂട്ടാണ് അല്ലെ, ബ്യൂട്ടാണ് വരുന്നത്. ഇനി ഏതിലാണ് OH വരുന്നത്, രണ്ടാമത്തെ കാർബണിലാണ് OH വരുന്നത്. അപ്പൊ ബ്യൂട്ടാൻ എന്ന് കൊടുത്തു. ഇനി OH എവിടെയാ വരുന്നത്, രണ്ടാമത്തെ കാർബണിലാണ്. അപ്പൊ ബ്യൂട്ടാൻ 2 ഓൾ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, നെയിം ഇട്ടു. ബ്യൂട്ടാൻ 2 ഓൾ എന്ന് പറഞ്ഞ് നമ്മൾ നെയിം ഇട്ടു അല്ലെ. നമ്മൾ എന്ത് ചെയ്തു, നമ്മള് ബ്യൂട്ടാൻ 2 ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഈ ഒരു കാർബൺ, ഈ ഒരു ഹൈഡ്രോ കാർബണിന് നെയിം ഇട്ടു, ബ്യൂട്ടാൻ 2 ഓൾ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രക്ചറൽ ഐസോമെറിസം നോക്കണം. എന്താണ് സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് നോക്കണം. അതായത് ഞാനിപ്പം പെന്റെയിനെ വരച്ചു. പെന്റെയിൻ എങ്ങനെ വരയ്ക്കാം, CH3 CH2 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 CH3. പെന്റെയിനെ വരച്ചു. ഇതേ സെയിം ഫോർമുല വെച്ചിട്ട് എനിക്ക് ആരെ വരയ്ക്കാന്നറിയോ, 2-methyl butane വരയ്ക്കാം. അപ്പൊ 2-methyl butane എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ബാക്കി എത്ര ഉണ്ട്, ബ്യൂട്ടൈൻ ആണ് അല്ലെ. അപ്പൊ 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പൊ ഇവരെയും അതേപോലെ തന്നെ 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈനിലെയും വരയ്ക്കാം. അപ്പൊ ഇവര് 3 പേരും എടുത്തു കഴിഞ്ഞാൽ 3 പേരുടെയും കെമിക്കൽ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ ഇവരുടെ അറ്റോമിക് അറേഞ്ച്മെന്റ്സ് ഡിഫറെന്റ് ആണ്. 3 പേർക്കും ഒരേ കെമിക്കൽ ഫോർമുലയാണ് വരുന്നത്, പക്ഷെ ഇവരുടെ അറ്റോമിക് അറേഞ്ച്മെന്റ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചറൽ ഐസോമെറിസം. സ്ട്രക്ചേഴ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട്, പക്ഷെ കെമിക്കൽ ഫോർമുല എന്താണ്, സെയിം ആണ്. അപ്പൊ പെന്റെയിനെ എനിക്ക് എങ്ങനെയാണ്, പെന്റെയിന്റെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് വരയ്ക്കും, 2,2-ഡൈമീഥൈൽ പ്രൊപ്പൈനെ വരയ്ക്കാം, 2-methyl butane വരയ്ക്കാം. അതൊക്കെ എന്താണ്, പെന്റെയിന്റെ സ്ട്രക്ചറൽ ഐസോമേഴ്സ് ആണ്. അപ്പൊ നമ്മൾ IUPAC നെയിം ഇടാനും സ്ട്രക്ചറൽ ഐസോമേഴ്സ് എന്താണെന്നും പഠിച്ചു അല്ലെ, നോമൻക്ലേച്ചർ നമ്മൾ പഠിച്ചു. ഇനി എന്ത് ചെയ്യാം, നോമൻക്ലേച്ചറിന്റെ ഫർദർ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ചാനലിൽ തന്നെ വരും കേട്ടോ. നമ്മളിപ്പോ പെട്ടെന്ന് കോൺസെപ്റ്റ് ആണ് നമ്മുടെ എന്താ പറയാ ഈ ഒരു റിവിഷനിൽ കവർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് മാത്രം, ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ വീഡിയോസ് വരും. നമുക്കിപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റും കൂടി ഒന്നിച്ച് കവർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കോൺസെപ്റ്റ് ആണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചാനലിൽ ഇടും. അപ്പൊ നോക്കുക, കാർബൺ കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കും. ആദ്യം വരുന്നതാണ് നമ്മുടെ കമ്പഷൻ റിയാക്ഷൻ, അതായത് ഓക്സിജൻ ആയിട്ട് അല്ലെ കത്തിക്കുകയാണ് നമ്മൾ. അപ്പൊ കാർബണും ഓക്സിജനും തമ്മിൽ ബേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കാർബൺ ഡൈ ഓക്സൈഡും ഒരുപാട് ഹീറ്റും ലൈറ്റും നമുക്ക് കിട്ടും. അതേപോലെ നോക്കിക്കുക, മീത്തേനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റും ലൈറ്റും കിട്ടും. അപ്പൊ ഹൈഡ്രോ കാർബൺസ് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റും ലൈറ്റുമാണ്. അപ്പൊ ഇങ്ങനെ ഹീറ്റ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ഒരുപാട് ഹീറ്റ് എനർജി ഒക്കെ റിലീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും ചോദിക്കുന്ന ഒരു റിയാക്ഷൻ ആണ് ഈ ഒരു റിയാക്ഷൻ. ഇവൻ ആരാ, CH3 CH2OH ആരാ, നമ്മുടെ എത്തനോൾ ആണ്. ഈ എത്തനോളും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന പ്രോഡക്ട്സ് ഏതാണ് എന്നൊക്കെ ചോദിച്ച എക്സാമിന് ക്വസ്റ്റ്യൻ വരും. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഹീറ്റ് ആൻഡ് ലൈറ്റും ആണ് അല്ലെ. ഇനി നമ്മളുടെ അടുത്ത് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ്, ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ത് കളർ ഫ്ലെയിമാ തരാന്നറിയോ, നല്ല ബ്ലൂ കളർ ഫ്ലെയിമാ തരാ. നമ്മുടെ ഗ്യാസ് ഒക്കെ കത്തിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, നല്ല ബ്ലൂ കളർ ഫ്ലെയിം. അപ്പൊ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ട് ആണോ ഡബിൾ ബോണ്ട് ആണോ മിസ് നമ്മൾ പഠിച്ചു, SS അല്ലെ, സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ട്. അപ്പൊ അവര് നല്ല ബ്ലൂ കളർ ഫ്ലെയിം ആണ് തരിക. ഇനി അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലേക്ക് വരുമ്പോൾ അവരെന്താ തരാന്നറിയോ, ഒരു യെല്ലോ കളർ സൂട്ടി ഫ്ലെയിം ആ തരാം. അതായത് യെല്ലോ കളറാണ്, അതിലൊരു ബ്ലാക്ക് എന്ത് വരും, സ്മോക്കും കൂടി വരുന്ന യെല്ലോ കളർ ഫ്ലെയിം ആണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് തരിക. സാച്ചുറേറ്റഡ് എങ്ങനെയാ തരിക, ബ്ലൂ ആണ് തരിക. ഓക്കെ,
സാച്ചുറേറ്റഡ് ബ്ലൂ ആണ് തരാം. ഇനി അടുത്ത കെമിക്കൽ റിയാക്ഷൻ വരുമ്പോൾ അത് ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ ആൽക്കഹോൾസ് ഇല്ലേ അതിനെ നമ്മൾ കാർബോക്സിലിക് ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആരാ കൺവേർട്ട് ചെയ്യുന്നത്? ഓക്സിഡൈസിങ് ഏജന്റ്സ് ആയിട്ടുള്ള ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് അല്ലെങ്കിൽ അസിഡിക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ അസിഡിക് K2Cr2O4 ഒക്കെ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ആൽക്കഹോൾസിനെ എന്തായിട്ട് മാറ്റും? കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറ്റും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്തനോൾ ഉണ്ട് അല്ലെ, ഇതാരാ? നമ്മുടെ എത്തനോളാ. എത്തനോളിനെ ആരായിട്ടാണ് മാറ്റുന്നത്? എത്തനോളിനെ എത്തനോയിക് ആസിഡ് ആയിട്ടാണ് മാറ്റുന്നത്, അല്ലെങ്കിൽ ഇതിനെ അസറ്റിക് ആസിഡ് എന്ന് വിളിക്കും. എത്തനോളിനെ എത്തനോയിക് ആസിഡ് ആയിട്ട് മാറ്റുന്ന റിയാക്ഷൻ ഏതാണ്? ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ആരാണ് മാറ്റുന്നത്? ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ അസിഡിക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ് മാറ്റുന്നത്. അവൻ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. ഹീസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിജൻ എന്ത് ചെയ്യും? കൊടുക്കും അല്ലെ, ഓക്സിജൻ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ പഠിക്കുമ്പോൾ അല്ലേ നോക്കുക, നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്, അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ഉള്ള ഹൈഡ്രോ കാർബൺസിന്റെ ഇല്ലേ, ഈ ഡബിൾ ബോണ്ട് പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ ഹൈഡ്രജനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വെജിറ്റബിൾ ഓയിലിനെ നമ്മൾ വെജിറ്റബിൾ ഗീ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു അഡീഷൻ റിയാക്ഷൻ വെച്ചിട്ടാണ്. ആ ഒരു അഡീഷനെയാണ് നമ്മൾ ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈത്തീനെ എടുത്തു, CH2 ഡബിൾ ബോണ്ട് CH2നെ എടുത്തു. നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ഒരു ഡബിൾ ബോണ്ട് ഇവിടെ ബ്രേക്ക് ആവും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറും. ഡബിൾ ബോണ്ട് പൊട്ടിച്ച് രണ്ട് സൈഡിലും ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുത്തു. സോ അത് എന്തായിട്ട് മാറി? CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറി. അതായത് ഈത്തീൻ എന്ന് പറയുന്നത് ഈഥെയിൻ ആയിട്ട് മാറി. സെറ്റ് ആണല്ലോ? സെറ്റ് ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, പേര് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ CH4ലേക്ക് Cl2നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയോ? ഒരു ഹൈഡ്രജൻ അല്ലെ, CH4ലേക്ക് CH2 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ CH4ൽ ഇങ്ങനെയാണല്ലേ ഹൈഡ്രജൻ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഇതിലേക്ക് ഞാൻ ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്ലോറിൻ Cl2 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഒരു ക്ലോറിനും ഒരു ഹൈഡ്രജനും കൂടി HCl ആയിട്ട് പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ CH ഇങ്ങനെ 3 എണ്ണം വരും. ഈ ക്ലോറിൻ ഇവിടെ അറ്റാച്ച്ഡ് ആവും, ഒരു HCl പുറത്ത് വരും. ഇതെങ്ങനെയാ ഈ റിയാക്ഷൻ നടക്കുന്നത്? സൺലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്തു? ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ പൊസിഷനിൽ ക്ലോറിൻ കയറി ഇരുന്നു. ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷനുകളും പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ? കാർബണിന്റെ ചില ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് പഠിക്കണം. നമ്മുടെ ചാപ്റ്റർ ഇപ്പൊ തന്നെ തീരും. ഓക്കെ, അപ്പൊ ആദ്യം പഠിക്കണത് നമ്മുടെ എത്തനോളാണ്. എത്തനോളിനെ നമ്മൾ ഈത്തൈൽ ആൽക്കഹോൾ എന്നൊക്കെ വിളിക്കും. നമ്മൾ കുടിക്കില്ലേ? നമ്മൾ കുടിക്കാൻ പാടില്ല. ആൽക്കഹോൾ കൺസപ്ഷൻ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പക്ഷെ നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ആൽക്കഹോളിന്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ് ഇസ് എത്തനോൾ ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ആരും കുടിക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോളിലേക്ക് വരുമ്പോൾ എന്താണ്? അത് കളർലെസ് ആണ്, അതുപോലെ അതിനൊരു പ്ലസന്റ് സ്മെൽ ഉണ്ട്, ഒരു ബേണിംഗ് ടേസ്റ്റ് ആണ്. ഇനി എന്താണ്? അത് വെള്ളത്തിൽ സോല്യൂബിൾ ആണ്, അറിയാം, ഓൾറെഡി അറിയാം. ഇനി എങ്ങനെയാണ്? അതൊരു വോളറ്റൈൽ ലിക്വിഡ് ആണ്. അതിനെ നമ്മൾ ഈത്തൈൽ ആൽക്കഹോൾ എന്ന് വിളിക്കും. നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്തനോളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അറിയണം. അതായത് എത്തനോളിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന, ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ കോൺസെൻട്രേറ്റഡ് H2SO4 സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കാൻ പോവാം. എത്തനോളിലേക്ക് CH3 CH2OH സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കാൻ നേരത്തെ എന്ത് പറ്റും എന്നറിയാമോ? ഇവിടെ നിന്ന് ഒരു OH ഇവിടത്തെ ഒരു ഹൈഡ്രജനെയും വിളിച്ച് H2O ആയിട്ട് പുറത്തു പോകും. ഇവിടത്തെ OH ഇപ്പുറത്തെ വീട്ടിലത്തെ ഹൈഡ്രജനെയും വിളിച്ച് H2O ആയിട്ട് പോകും. ഇവിടെ എന്ത് വരും? ഈത്തീൻ ഫോം ചെയ്യും അല്ലെ, ഈത്തീൻ ആയിട്ട് ഫോം ചെയ്യും. ഈത്തീൻ CH2 ഡബിൾ ബോണ്ട് CH2 ഫോം ചെയ്യും. അപ്പൊ ഇവിടെ നടന്ന ഈ ഒരു റിയാക്ഷന്റെ പേര് എന്താണെന്നറിയോ? ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. എന്താ ഡീഹൈഡ്രേറ്റഡ് ആവാന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് നേരം വെള്ളം കുടിക്കാതെ നമ്മൾ പറയും അയ്യോ ഞാൻ ഫുൾ ഡീഹൈഡ്രേറ്റഡ് ആയി. കുറെ നേരം AC നിന്നാൽ നമ്മൾ പറയും ഡീഹൈഡ്രേറ്റഡ് ആയി. കാരണം എന്താ? വാട്ടർ ലോസ് വന്നു. അപ്പൊ ഇവിടെ ആരാ പുറത്തു പോയത്? ഒരു H2O മോളിക്യൂൾ ആണ് പോയത്. സോ ഈ ഒരു റിയാക്ഷനെ നമ്മൾ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ആൻഡ് ഡീഹൈഡ്രേഷനെ ഹെൽപ്പ് ചെയ്തത് ആരാണ് ഇവിടുത്തെ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്? കോൺസെൻട്രേറ്റഡ് H2SO4 ആണ്. കോൺസെൻട്രേറ്റഡ് H2SO4
H2SO4 ആണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. സെറ്റ് ആണല്ലോ? സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് പഠിക്കാനുണ്ട്. എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ 5% വെള്ളം മാത്രം ചേർത്തിട്ടുള്ള എത്തനോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇനി എന്താണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 100% പ്യുവർ എത്തനോൾ, വെള്ളം ഒന്നും ചേർക്കാത്ത 100% പ്യുവർ എത്തനോളിനെ നമ്മൾ വിളിക്കും അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന്. 5% വെള്ളമാണെങ്കിൽ റെക്ടിഫൈഡ് സ്പിരിറ്റ്, 100% പ്യുവർ എത്തനോൾ ആണെങ്കിൽ അബ്സല്യൂട്ട് ആൽക്കഹോൾ. സെറ്റ് ആണല്ലോ? ഇനി ഡീനേച്ചേർഡ് ആൽക്കഹോൾ അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു ചില ആളുകൾ എന്ത് ചെയ്യും, ഈ ആൽക്കഹോൾ എടുത്ത് കുടിക്കും. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ കൊണ്ടുവച്ചിരിക്കുന്ന ആൽക്കഹോൾ എടുത്ത് വർക്കേഴ്സ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് യൂസ് ചെയ്യാൻ ആൽക്കഹോൾ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്മാർട്ട് പീപ്പിൾ അല്ലേ, നമ്മൾ എന്ത് ചെയ്യും, ഇവരെ കുടിക്കാണ്ടിരിക്കാൻ ഇതിൽ പോയിസണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്ത് വെക്കും. മാസ് അല്ലെ, മെത്തനോൾ, നമ്മൾ പോയിസണസ് ആയിട്ടുള്ള മെത്തനോൾ ഇതിൽ ആഡ് ചെയ്ത് വെക്കും. സോ ദാറ്റ് ആൾക്കാർ ഇതെടുത്ത് കുടിക്കില്ല. പക്ഷെ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമല്ലേ ആൾക്കാർക്ക്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, ബ്ലൂ കളർ ഡൈ അതിൽ ചേർക്കും, കളർ ചേർത്ത് വെക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഈ ബ്ലൂ കളർ ആയിട്ട് ഇരിക്കുന്ന കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അത് പോയിസൺ ആണ്. അത് എത്തനോൾ ആണെങ്കിലും മെത്തനോൾ ചേർത്താൽ കുടിക്കാൻ പറ്റാത്ത ആൽക്കഹോൾ ആണ്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീനേച്ചേർഡ് ആൽക്കഹോൾ. ഡീനേച്ചേർഡ് ആൽക്കഹോൾ അല്ലെ. അപ്പൊ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഡീനേച്ചേർഡ് ആൽക്കഹോൾ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ട ആളാണ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരെന്താണ്? അസിറ്റിക് ആസിഡ്. നമ്മുടെ വിനീഗറിലുള്ള ആസിഡ് എന്താണ്? അസിറ്റിക് ആസിഡ് നമ്മൾ പഠിച്ചു. അപ്പൊ ശരിക്കും വിനീഗർ എന്ന് പറഞ്ഞാൽ 5 to 8% ഓഫ് അസിറ്റിക് ആസിഡ് ഇൻ വാട്ടർ ആണ് വിനീഗർ എന്ന് പറയുന്നത്. വെള്ളത്തിൽ ഒരു 5 to 8% അസിറ്റിക് ആസിഡ് ചേർത്തിട്ടേ ഉള്ളൂ. അതാണ് വിനീഗർ. അല്ലെ, നിങ്ങൾ എല്ലാവരും വിനീഗർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഈ വിനീഗറിന്റെ ഫോർമുല എന്താണ്? CH3COOH ആണ്. അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് എന്ന് വിളിക്കും. CH3COOH ആണ്. ഇനി ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് വിളിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഇതിനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ് ലൈക്ക് സോളിഡ് ആയിട്ടാണ് ഇവന്മാര് മാറുക. ഇവനെ ഞാൻ എടുത്ത് ഫ്രീസ് ചെയ്ത ഐസ് പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ ഇവനെ വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കും, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്നും കൂടി വിളിക്കും. ഓർത്തിരിക്കുക, ചോദിക്കാറുണ്ട് ഒരു മാർക്കിന്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ എത്തനോയിക് ആസിഡിന്റെ കുറച്ച് റിയാക്ഷൻസ്. ആദ്യം പഠിക്കേണ്ടത് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷനാണ്. എന്താണ് ഈ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ? പേര് തന്നെ ഉണ്ട്, എസ്റ്ററിഫിക്കേഷൻ. എസ്റ്റർ ഉണ്ടാവാണ്. എന്താണ് എസ്റ്റർ? നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് ആണെങ്കിലും നമ്മൾ ചില എന്താ പറയാ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കുടിക്കുമ്പോൾ അല്ലെ, ഇപ്പൊ എന്താ പറയാ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇപ്പം ഞാനിപ്പോ ഒരു സ്പെസിഫിക് ബ്രാൻഡ് പറയുന്നില്ല, പക്ഷെ ചില ഫ്ലേവേർഡ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ വാങ്ങി കുടിക്കില്ലേ. അപ്പൊ ആ സമയത്തൊക്കെ അതിൽ ശരിക്കും ആ ഒരു ഡ്രിങ്കും മാംഗോയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവില്ല. മാംഗോ ഫ്ലേവേർഡ് ആയിരിക്കും അല്ലെ, ആ ഡ്രിങ്ക് ശരിക്കും മാംഗോനെ കണ്ടിട്ട് വരെ ഉണ്ടാവില്ല, അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഇതിലൊക്കെ ചേർക്കുന്നത് ശരിക്കും ഈ ഒരു ഫ്രൂട്ടി സ്മെൽഡ് ആയിട്ടുള്ള എസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ എസ്റ്റർ ഫോമിംഗ് ആയിട്ടുള്ള റിയാക്ഷൻസിനെയാണ് എസ്റ്ററിഫിക്കേഷൻസ്. നല്ല പ്ലസന്റ് സ്മെല്ലുള്ള സ്വീറ്റ് സ്മെല്ലിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. പെർഫ്യൂംസിലൊക്കെ ചേർക്കും അത്. അപ്പൊ ഇവരെന്ത് ചെയ്യും കണ്ടോ, പെർഫ്യൂംസിനും ഫ്ലേവറിംഗ് ഏജൻസിനും നമ്മൾ ഇപ്പം മാംഗോ ഫ്ലേവേർഡ് ആവട്ടെ, ബ്ലൂബെറി ഫ്ലേവേർഡ് ആവട്ടെ, ഒരുപാട് ഫ്ലേവേർഡ് ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കുടിക്കില്ലേ ബോട്ടിൽഡ്. അപ്പൊ അതിലൊക്കെ ശരിക്കും അതിൽ അങ്ങനത്തെ കണ്ടന്റ് ഒന്നും ഇല്ല, എസ്റ്റർ ചേർത്ത് നിങ്ങളെ പറ്റിക്കുന്നതാണ്. അപ്പൊ ഈ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ഇസ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. അതായത് എത്തനോയിക് ആസിഡും എത്തനോളും നമ്മൾ പഠിച്ചു, എത്തനോളും എത്തനോയിക് ആസിഡും കൂടി ചേർക്കുകയാണ്. അപ്പോ ഒരു ആസിഡ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ എന്തുണ്ടാവും? എസ്റ്റർ ഉണ്ടാവും. കണ്ടോ, CH3COOHും എത്തനോളും കൂടി ചേരുമ്പോൾ CH3CO CH2 CH3 + H2O. അതായത് ഇപ്പൊ ഇവിടെ ഫോം ചെയ്ത ആളാണ് എസ്റ്റർ എന്ന് പറയുന്നത്. എസ്റ്റർ എങ്ങനെയാണ്? സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ എസ്റ്റർ ഫോമിംഗ് റിയാക്ഷൻ എഴുതാൻ ചോദിക്കും. ഈ റിയാക്ഷൻ എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, എഴുതി കൊടുക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ ആണ് സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ. എന്താണ് സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് ഉണ്ടാക്കുന്ന റിയാക്ഷൻസിനെയാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ് സാപ്പോണിഫിക്കേഷൻ? പ്രിപ്പറേഷൻ ഓഫ് സോപ്സ് ആണ് അല്ലെ, അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്. അതായത് എസ്റ്ററിനെ ഞാൻ എന്ത് ചെയ്യാന്നറിയോ, എണ്ണയൊഴിച്ച് വെച്ച് ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ അത് ആൽക്കഹോളും സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡുമായിട്ട് മാറുകയാണ്. ഇവിടെ നോക്കിക്കേ, ഈ ഒരു എസ്റ്റർ നമുക്ക് കിട്ടിയ എസ്റ്ററിനെ ഞാൻ എണ്ണയൊഴിച്ച് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് എത്തനോളും സോഡിയം അസറ്റേറ്റുമായിട്ട് മാറുകയാണ്. ഇതെന്താണ്? സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ആണ്. ദിസ് ഇസ് സോഡിയം അസറ്റേറ്റ് എന്നാണ് ഇവനെ വിളിക്കുക. അപ്പൊ സോഡിയം അസറ്റേറ്റും എത്തനോളുമായിട്ട് മാറുന്ന ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? സോപ്പ് മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ഇനി
ഒരു ബേസ് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യാണ്. അതായത് നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് ഇസ് എൻ ആസിഡ് അല്ലെ, എത്തനോയിക് ആസിഡ് ഒരു ആസിഡ് ആണ്. ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും? സോൾട്ടും വാട്ടറും കിട്ടും. പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കിട്ടുന്ന സോൾട്ട് ഏതാ? സോഡിയം അസറ്റേറ്റ് എന്ന് വിളിക്കുന്ന നമുക്ക് എന്ത് കിട്ടും? സോൾട്ട് കിട്ടും അല്ലെ, സോഡിയം അസറ്റേറ്റ് കിട്ടും. അപ്പം സോഡിയം അസറ്റേറ്റും വെള്ളവുമാണ് നമുക്ക് കിട്ടുന്നത്. സെറ്റ് ആണല്ലോ. അപ്പം ബേസ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ആസിഡും ബേസും കൂടി ചേർന്ന് ഒരു സോൾട്ടും വാട്ടറും കിട്ടും. സെറ്റ് ആണ്. അപ്പം എസ്റ്ററിഫിക്കേഷൻ, സാപ്പോണിഫിക്കേഷൻ, റിയാക്ഷൻ വിത്ത് ബേസ്, 3 റിയാക്ഷൻസും എഴുതി കൊടുക്കാനും അറിയണം, എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനും അറിയണം. ഇനി കാർബണേറ്റ്സും ബൈകാർബണേറ്റ്സും ആയിട്ട് റിയാക്ട് ചെയ്യാണ്. കാർബണേറ്റ്സും ഹൈഡ്രജൻ കാർബണേറ്റ്സും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാം? ആസിഡ്സ് അല്ലെ, എത്തനോയിക് ആസിഡ് റിയാക്ട്സ് വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് വെച്ച് റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടും? സോൾട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. സോൾട്ട് കറസ്പോണ്ടിങ് സോൾട്ടും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. എന്താണ്? സോഡിയം അസറ്റേറ്റിനെയാണ് കിട്ടുന്നത് കേട്ടോ. ഈ സോഡിയം കിട്ടുന്ന സോൾട്ടിന്റെ പേര് എഴുതുമെന്ന് ചോദിക്കും. ഇറ്റ് സോഡിയം അസറ്റേറ്റ്. കിട്ടുന്ന സോഡിയം അസറ്റേറ്റ് ആണ്. കാർബണേറ്റ്സ് ആയിട്ടാണെങ്കിലും ബൈകാർബണേറ്റ്സ് ആയിട്ടാണ് ഇത് റിയാക്ട് ചെയ്യുന്നതെങ്കിലും നമുക്ക് കിട്ടുന്ന സോൾട്ട് സോഡിയം അസറ്റേറ്റ്. ഓക്കെ, സെറ്റ്. ഇനി നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പം നമ്മൾ കാർബണിന്റെ കോമ്പൗണ്ട്സിനെ ഒക്കെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ തന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് സോപ്പും ഡിറ്റർജൻസും. അപ്പൊ എന്താണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, സോപ്പ് എന്ന് പറഞ്ഞാൽ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്സ് ഓഫ് ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്സ്. ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡ്സിന്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്സിനെയാണ് നമ്മൾ സോപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം സ്റ്റീറേറ്റ് കണ്ടോ, C17H35COO Na+, സോഡിയം സോൾട്ട് ആണ്. അപ്പൊ നമുക്ക് 17 കാർബൺ ആറ്റംസും 35 ഹൈഡ്രജൻ ആറ്റംസും ഒക്കെയുള്ള വലിയ ലോങ് ചെയിൻ ആയിട്ടുള്ള കാർബോക്സിലിക് ആസിഡ് ആണ് അല്ലെ. അതിന്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ട് ആണ്. ഇനി സോപ്പിന്റെ കാര്യം എടുത്താൽ സോപ്പ് നമുക്ക് സോഫ്റ്റ് വാട്ടറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡിറ്റർജൻസ് എന്താണെന്ന് നോക്കിക്കേ. ലോങ് ചെയിൻ ബെൻസീൻ സൾഫോണിക് ആസിഡിന്റെ സോഡിയം സോൾട്ട് ആണ്, അല്ലെങ്കിൽ ആൽക്കൈൽ ഹൈഡ്രജൻ സൾഫേറ്റ്സിന്റെ സോഡിയം സോൾട്ട് ആണ്. ഡിറ്റർജൻസ് നമുക്ക് ഹാർഡ് അല്ലെങ്കിൽ സോഫ്റ്റ് വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഈ ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ സോഫ്റ്റ് വാട്ടർ? അതായത് എന്താണ് വെള്ളത്തിന് ഹാർഡും സോഫ്റ്റും ആക്കുന്നത്? വെള്ളത്തില് കാൽസ്യം ആൻഡ് മഗ്നീഷ്യം സോൾട്സ് ഉണ്ടെങ്കിൽ വെള്ളം ഹാർഡ് ആയിരിക്കും. അപ്പം സോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയോ, ഈ കാൽസ്യം ആൻഡ് മഗ്നീഷ്യം സോൾട്ട് എന്ത് ചെയ്യും? അത് സോപ്പിന്റെ മോളിക്യൂൾ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇൻസോല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കും. അതിന്റെ പേരാണ് സ്കം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ക്ലീനിങ് ആക്ഷൻ നേരെ ചൊവ്വേ നടക്കില്ല. ഈ ഇൻസോല്യുബിൾ പ്രോഡക്ട്സ് നല്ലോണം ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോഫ്റ്റ് വാട്ടറിലാണ് നമുക്ക് സോപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഡിറ്റർജൻസ് എന്ത് ചെയ്യില്ല? ഈ ഒരു ഇൻസോല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ സ്കം ഫോം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർജൻസിനെ ഹാർഡ് വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഹാർഡ് വാട്ടറിലാണ് നമ്മൾ തുണി അലക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിറ്റർജൻസ് യൂസ് ചെയ്യണം. സോഫ്റ്റ് വാട്ടറിലാണെങ്കിൽ മാത്രമേ സോപ്പ് വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ ഹാർഡ് വാട്ടറിലെ സോപ്പ് എന്താണ്? എഫിഷ്യന്റ് അല്ല. ഹാർഡ് വാട്ടറിലെ സോപ്പ് എന്ത് ചെയ്യില്ല? നേരെ ചൊവ്വേ പതയില്ല, ലാദർ ഫോം ചെയ്യില്ല. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഒരു സോപ്പ് മോളിക്യൂൾ, എങ്ങനെയാണ് അതിന്റെ ക്ലെൻസിങ് ആക്ഷനും കൂടി പഠിച്ചാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ്. അപ്പൊ ഒരു സോപ്പ് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക. ഇവർ 2 പാർട്ടുണ്ട്. അതായത് ഒരു അയോണിക് പാർട്ട് ഉണ്ട്, ദാറ്റ് ഇസ് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ട്, ഒരു തല പോലത്തെ ഭാഗമുണ്ട്. ഇറ്റ് ഇസ് ഹൈഡ്രോഫിലിക്. വാട്ട് ഇസ് ഫിലിക്? ഹൈഡ്രോഫിലിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ് ആണ്. വാട്ടർ ലവിങ് ആയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ട്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ട്. ദെൻ ഒരു ലോങ് ഹൈഡ്രോ കാർബൺ ചെയിൻ ഉണ്ട്, വിച്ച് ഇസ് ഹൈഡ്രോഫോബിക്. എന്താണ് ഫോബിയ എന്ന് പറഞ്ഞാൽ? പേടിയാണ്. ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വാട്ടർ ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു ടെയിൽ ഉണ്ട് ആൻഡ് വാട്ടർ ലവിങ് ആയിട്ടുള്ള ഒരു ഹെഡ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഹൈഡ്രോഫോബിക് ടെയിലും ഹൈഡ്രോഫിലിക് ഹെഡും കൂടിയുള്ള സ്ട്രക്ചർ ആണ് നമ്മളുടെ സോപ്പ് മോളിക്യൂളിന്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നറിയോ? ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് ഒരു സോപ്പ് മീസിൽസ് ആയിട്ടിരിക്കും. അപ്പൊ അതെങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാന്നറിയോ? നമ്മളുടെ ഡേർട്ട് ഇല്ലേ, ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും കറിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയി, അപ്പൊ ഡേർട്ട് എപ്പോഴും എങ്ങനെയായിരിക്കും? ഓയിലി നേച്ചറിലായിരിക്കും. അപ്പൊ ഈ ഡേർട്ടിനെ വന്നിട്ട് ആരെ അട്രാക്ട് ചെയ്യുക? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എൻഡ് വന്ന് ഡേർട്ടിനെ അറ്റാച്ച് ചെയ്ത് അതിനെ അട്രാക്ട് ചെയ്ത് അതിന്റെ അടുത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഓൾറെഡി ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള വാട്ടർ ലവിങ് ആയിട്ടുള്ള, കണ്ടോ ഈ ബ്ലൂ സാധനങ്ങൾ എന്താ? ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള എൻസ് ആണ് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? വാട്ടറിനെ കാണുമ്പോൾ അവര് വാട്ടറിന്റെ അടുത്തേക്ക് പോയിട്ട് അട്രാക്റ്റഡ് ആവും. അപ്പൊ ഇഫക്റ്റീവ്ലി എന്ത് സംഭവിക്കും? നമ്മുടെ തുണിയിലുള്ള ഡേർട്ട്
നമ്മുടെ തുണിയിൽ നിന്ന് പുറത്ത് വരും. അങ്ങനെയാണ് നമ്മുടെ സോപ്പ് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇത് തേക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മൾ നോക്കുമ്പോൾ ആ അഴുക്കൊക്കെ ഇങ്ങനെ പോകുന്നു. അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എൻഡ് ഡേർട്ടിനെ പിടിച്ച് അതിന്റെ അടുത്തേക്ക് അറ്റാച്ച് ചെയ്യും. നമ്മൾ വാട്ടർ വെച്ച് കഴുകുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ എന്ത് ചെയ്യും? ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യും? വാട്ടർ ആയിട്ട് വന്നിട്ട് അത് എന്ത് ചെയ്യും? ഡേർട്ടിനെ ക്ലോത്ത്സ് നിന്ന് റിമൂവ് ചെയ്ത് കളയും. അങ്ങനെയാണ് ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് നടക്കുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ക്ലോത്ത്സ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പം ക്ലെൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക? വരച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. സോപ്പ് മോളിക്യൂളിന് ഒരു ഹൈഡ്രോഫിലിക് ഹെഡും ഒരു ഹൈഡ്രോഫോബിക് ടെയിലും ഉണ്ട്. അപ്പൊ ഡേർട്ട് എങ്ങനെയായിരിക്കും? ഓയിലി നേച്ചറിലാണ്, അത് ഹൈഡ്രോഫോബിക് ആണ്. അപ്പൊ ഡേർട്ടിനെ ഹൈഡ്രോഫോബിക് എൻഡ് അട്രാക്ട് ചെയ്യും. അതേപോലെ എന്താണ്? Philic end is surrounded with water molecule. This results in the formation of എന്താണ്? മീസൽസ് ഫോം ചെയ്യും. സോപ്പ് മീസൽസ് എന്ത് ചെയ്യും? ഡേർട്ടിനെ ഡിസോൾവ് ചെയ്യും. അങ്ങനെ ക്ലോത്ത്സ് ക്ലീൻ ആയിട്ട് കിട്ടും. സോപ്സിന്റെ ക്ലെൻസിങ് ആക്ഷൻ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തുള്ളൂ നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ, അല്ലെ? സിമ്പിൾ ചാപ്റ്റർ ആണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. ഇനി ചാപ്റ്ററിന്റെ NCERT ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മളുടെ കണ്ടന്റിൽ നമ്മുടെ ചാനലിൽ വീഡിയോസ് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും മറക്കാണ്ട് എന്താണ് IUPACന്റെ ഫുൾ ഫോം എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാം. താങ്ക് യു എവ്രിവൺ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് കാണാം.